കത്തിച്ചു അല്ലേ. ഇനി നമ്മൾ നമ്മുടെ ഇടവകളിൽ പോയിട്ട് ആ തീ പകർന്നു കൊടുക്കുക. അച്ഛൻ പറഞ്ഞാൽ നമുക്ക് കൂട്ടായ്മകളുണ്ട്, റീച്ച് ഔട്ട് മിനിസ്ട്രി ഉണ്ട്, അവിടെയൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. നമുക്കിന്ന് 750ഓളം പേര് രജിസ്റ്റർ ചെയ്ത് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അത് യുവയുടെ എല്ലാ എമിറേറ്റ്സിൽ നിന്നുണ്ട്. ഒരു പാരീഷിൽ നിന്നോ അല്ല ഒരു എമിറേറ്റ്സിൽ നിന്നോ ഇല്ലാത്തതില്ല. ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. നല്ല ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടായി. നമുക്ക് നിങ്ങൾ നല്ല രീതിയിൽ കളക്ഷൻ തന്നത് പറയാൻ വിട്ടു കേട്ടോ. ഒരു 11,500 ദിർഹമോളം നമുക്ക് കളക്ഷൻ കിട്ടി. നമുക്ക് 25,000 ദിർഹമാണ് ചിലവുള്ളത്, ഫുഡും എല്ലാവരും കൂട്ടി. കുഴപ്പമില്ല, ബാക്കി തമ്പുരാൻ തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ബാക്കിൽ അവരൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇട്ടത് കുറഞ്ഞു തോന്നിയവർക്ക് ഇടാം, ഇടാൻ മറന്നുപോയവർക്ക് ഇടാം. നിർബന്ധിക്കുന്നില്ല. നമ്മുടെ എല്ലാ പരിപാടികൾക്കും തമ്പുരാൻ സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളത് കൊണ്ട് ആരും നിർബന്ധിക്കുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് ഇനിയിപ്പോൾ ആരാധനയാണ്. നമ്മൾ സർവശക്തനും സർവാധിപനുമായ അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിനെ നമ്മൾ ആരാധിക്കുകയാണ്. അതിനുശേഷം പരിപാടികളൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ആ ഒരു കൃപയിൽ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനും ടീമിനും നന്ദി പറയാൻ ഞാൻ സാലസ് ബ്രദറിനെ, NSCയിൽ മലയാളം ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്ററാണ്, സാലസ് ബ്രദറിനെ ക്ഷണിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മളെ വഴി നടത്തിയ വിധങ്ങൾ അത്ഭുതകരമാണ്. കാരണം ഈ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയപ്പോൾ മുതൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലന ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങൾക്കൊരു വചനം തന്നു. ആ വചനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ പുച്ഛ ഫലം അനുഭവപ്പെടുവാൻ, വചനദീപ്തി ലഭിക്കുവാൻ, അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊക്കെ ലഭിക്കുവാൻ ദൈവം നമ്മളെ അനുവദിച്ചു. അതുപോലെ തന്നെ ഇന്ന് അച്ഛൻ ഇവിടുന്ന് തുടങ്ങിയതല്ല. അബുദാബി മുസഫ അവർക്ക് വേണ്ടി 8-ാം തീയതി തുടങ്ങി, 9-ാം തീയതി ജബലലിൽ നടത്തി, 11, 12, 13 ഷാർജയിൽ നടത്തി, 14, 15 അച്ഛൻ ശുശ്രൂഷ റാസൽ ഗൈമ പാരിഷിന് വേണ്ടി നടത്തി. ഇന്ന് അവസാനമല്ല, നാളെ ഉണ്ട് മൺഡേ പ്രെയർ. അപ്പോൾ ഇത്രയും നമുക്ക് ഈ വചന പെരുമഴയും ദൈവത്തിൻ്റെ സ്നേഹവും ഒക്കെ നൽകിയ ദൈവത്തിന് ഒന്ന് കരങ്ങളടിച്ച്, ശക്തിയോടെ കരങ്ങളടിച്ച് ഒന്ന് നന്ദി പറയാം. അച്ഛൻ്റെ തിരക്ക് എത്രത്തോളമാണെന്ന് അച്ഛൻ ഷെക്കിന ടിവിയിലൊക്കെ ഒത്തിരി പ്രോഗ്രാമുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ ശുശ്രൂഷകളുണ്ട്. അപ്പോൾ ഈ തിരക്കിനിടയിലും ഈ ബെത്സൈദ പ്രോഗ്രാമിന് കടന്നു വന്ന് നമുക്ക് അച്ഛൻ പറഞ്ഞതുപോലെ ദൈവ സാന്നിധ്യവും വചനദീപ്തിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഒക്കെ നിറച്ചു തന്ന് പുതിയ കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ പഴയ കാര്യങ്ങളൊന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശക്തി നൽകിയതിന് ആ വന്യ പുരോഹിതനെ ഓർത്ത്, ദൈവം അയച്ച അഭിഷക്തനെ ഓർത്ത് കരങ്ങളടിച്ചു നന്ദി പറഞ്ഞു. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഈ പാരീഷിനോട് നമുക്ക് വേണ്ടി ഇവിടെ ഒരു പെർമിഷൻ തന്നോ. അച്ഛൻ ജോയിച്ചിന് ഇവിടെ കടന്നു വരാൻ പറ്റിയില്ല, കാരണം ഒത്തിരി തിരക്കുണ്ട് ജൂബിലിയുടെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട്. പക്ഷെ അച്ഛൻ്റെ അനുവാദം നമ്മളെ ഇതിന് സഹായിച്ചു. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇടവ വികാരിയായ ജോയിച്ചിന് എല്ലാവരുടെയും പേരിൽ, കാരിസിന്റെ പേരിൽ നന്ദി പറയുന്നു. കരങ്ങളടിച്ച് മാത്രപ്പെടുത്തുക. നിങ്ങൾക്കറിയാം, കാരിസിന്റെ സ്പിരിച്വൽ ഫാദർ ആൻഡ്രി ആൻഡ് ഫാദർ വർഗീസ് കോഴിപ്പാടൻ. അപ്പോൾ അച്ഛൻ ഇന്നിവിടെ വന്നിരുന്ന തിരക്കുള്ള ദിവസമാണ്, ഞായറാഴ്ച. എന്നാലും കാരിസിനെ സപ്പോർട്ട് ചെയ്യാനും പ്രാർത്ഥിക്കാനും ഇന്ന് ഇനാഗറൽ സ്പീച്ചൊക്കെ നടത്തിയത് വർഗീസ് അച്ഛനാണ്. വർഗീസ് അച്ഛന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നല്ല ശക്തമായിട്ടുള്ളൊരു മധ്യസ്ഥ പ്രാർത്ഥന നടക്കാനായിട്ട് ദൈവം അനുവദിച്ചു. പ്രത്യേകിച്ച് ബ്രദർ ഷാജി തോണിക്കര അവരോട് ചേർന്നിട്ടുള്ള എല്ലാ റീച്ച് ഔട്ട് മിനിസ്ട്രിയിലെ ആളുകൾ മധ്യസ്ഥ പ്രാർത്ഥന 28 അധ്യായം അപ്പസ്തോല പ്രവർത്തനങ്ങൾ എല്ലാവർക്കും വായിച്ചു തീർക്കാൻ പറ്റി. അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥന എത്തിക്കാൻ പറ്റി, കരുണക്കൊന്ത് എത്തിക്കാൻ പറ്റി. അതുപോലെ തന്നെ ദൈവം അനുവദിച്ച് അതുപോലെ മധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ട് ശക്തമായിട്ട് പറ്റി. അതുപോലെ ഒരു ജെറിക്കോ പ്രെയറും നടത്തിയായിരുന്നു, പ്രത്യേകിച്ച് സജി ബ്രദറും എല്ലാം സഹായിച്ച് ദൈവത്തിന്റെ കരുണയാല്. അപ്പൊ അതിനെല്ലാം വേണ്ടി നമ്മൾ ദൈവത്തിനൊന്ന് കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ. അതുപോലെ നമ്മുടെ ആതിഥേയര് റാസൽ ഖൈമ ടീമാണ്. അപ്പോൾ റാസൽ ഖൈമ ടീമിൽ ഒത്തിരി സഹായം നമുക്കിവിടെ കിട്ടി. ഈ സ്റ്റേജുകൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് വേണ്ടി നല്ലൊരു കൊയർ, നിങ്ങൾക്ക് തോന്നിയില്ലേ
നല്ലൊരു കൊയർ നമുക്കുണ്ട്. അതുപോലെ തന്നെ ബിജു ബ്രദറിന്റെ നേതൃത്വത്തിൽ ഒത്തിരി സഹായങ്ങൾ ഇവിടെ വോളണ്ടിയേഴ്സ് എല്ലാം കടന്നു വന്നു. നിങ്ങൾക്കറിയാം 8 കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 4 പേര് വെച്ച് 32 പേരെല്ലാം അദ്ദേഹം ഓടി നടന്ന് അറേഞ്ച് ചെയ്തു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ളവർ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, വെള്ളം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ, ഈ സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ, ഈ സീറ്റുകളൊക്കെ ഇവിടെ നടത്തി. അപ്പൊ എല്ലാറ്റിനും കൂടി ഈ നമ്മുടെ ആതിഥേയരായിട്ടുള്ള ഈ റസൽ ഖൈമ ടീമിനെ ഒന്ന് ശക്തമായിട്ട് കരങ്ങളെടുക്കുന്നത് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്കറിയാം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഇതിന്റെ ഈ ആളുകളൊക്കെ വരാനായിട്ട് മൊബിലൈസ് ചെയ്ത് റീച്ച് ഔട്ടിന്റെ കോർഡിനേറ്ററാണ്. ഇപ്പൊ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ദുബായിലൊക്കെ ഞാൻ കണ്ടായിരുന്നു, ശക്തമായിട്ട് ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നത്. കാരണം ഞാൻ ദുബായ് കൊണ്ടാണ് കണ്ടത്, മറ്റത് കണ്ടു, വീഡിയോ ഒക്കെ കണ്ടു. അപ്പൊ ഒത്തിരി പേര് ഓടി നടന്ന് ആളുകളോടൊക്കെ പറഞ്ഞ്, അങ്ങനെ അച്ഛൻ തന്നെ ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞപ്പോൾ പുതിയ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അതെല്ലാം ശക്തമായ റീച്ച് ഔട്ട് കോർഡിനേറ്റേഴ്സിന്റെ പ്രവർത്തനം മൂലമാണ്. അതോടൊപ്പം തന്നെ അതിനെ സഹായിക്കാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ സഹായിക്കാനായിട്ട് ഓരോ BCST കോർഡിനേറ്ററും ഇതിനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം അകമഴിഞ്ഞ സഹകരണവും സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ശക്തമായിട്ടൊരു കയ്യടി അടിച്ച് നന്ദി പറഞ്ഞു. അതുപോലെ ഒത്തിരി വോളണ്ടിയേഴ്സ് നമ്മൾ ഈ JYയുടെ എല്ലാം വോളണ്ടിയേഴ്സ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്ന വോളണ്ടിയേഴ്സ് രജിസ്ട്രേഷൻ ഒക്കെ സഹായിച്ചത് ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാം കൂടി ഒരു നന്ദി പറഞ്ഞ് കയ്യടിച്ച്. അതുപോലെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു. നമുക്ക് ഒരുമിച്ച് ഈ ഒരു വേല ചെയ്യണം. ഈ ഒരു സുവിശേഷ വേല അച്ഛൻ പറഞ്ഞത് ഈ നാട്ടിലായിരിക്കുമ്പോൾ ഈ ഒരു ആത്മീയ പോരാട്ടത്തിലാണ് ഞാനും നിങ്ങൾ. അതിനുള്ള ശക്തിയും കരുത്തും ഒക്കെ ദൈവം ഇന്ന് നമുക്ക് ദൈവം നല്ല പോലെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കാളികളായി നിങ്ങളെ ഓർത്തുകൊണ്ട്, നിങ്ങളുടെ സാന്നിധ്യത്തെ ഓർത്തുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയെ ഓർത്തുകൊണ്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹത്തെയും അകമഴിഞ്ഞ അതുപോലെ സഹായ സഹകരണങ്ങൾക്കൊക്കെ ദൈവനാമത്തില് കാരിസിന്റെ പേരിൽ നന്ദി പറയുന്നു. പരസ്പരം ഒന്ന് കൈയടിച്ച്. അതുപോലെ നമുക്കൊരു MC ഉണ്ട്, ജോ ബ്രദർ. ഓക്കെ, അദ്ദേഹം റീച്ച് ഔട്ടിന്റെ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് വേണ്ടിയും ഒന്ന് കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് നമ്മൾ ആരാധനയിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി നന്ദി പറയാം.